ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച ഏറെ വാർത്താ പ്രാധാന്യം നേടുന്നു. മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ ബാധിക്കുന്ന നിലപാടാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഗസയെ ഏറ്റെടുക്കും, പലസ്തീൻ ജനത ഒഴിഞ്ഞുപോകണമെന്ന പ്രസ്താവന ആദ്യമായല്ല ട്രംപ് നടത്തുന്നത്. എന്നാൽ നേരത്തെ നടത്തിയ പ്രസ്താവനകൾ പോലെയല്ല നെതന്യാഹു അമേരിക്ക സന്ദർശിക്കുന്ന വേളയിൽ ട്രംപ് നടത്തുന്ന പ്രഖ്യാപനങ്ങൾ. വെറും പ്രഖ്യാപനങ്ങളായി തള്ളിക്കളയാൻ കഴിയില്ല. ട്രംപിന്റെ സമ്മർദ്ദത്തിലാണ് ഗസയിൽ വെടിനിർത്തലിന് നെതന്യാഹു വഴങ്ങിയതെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. മാത്രമല്ല, വെടിനിർത്തൽ തീരുമാനം ഇസ്രയേലിൽ നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. കൂർമ്മബുദ്ധിക്കാരനായ ട്രംപിന്റെ തീരുമാനങ്ങൾ വെറുതെയല്ല എന്ന് തെളിയിക്കുന്നതാണ് പുതിയ പ്രഖ്യാപനങ്ങൾ. ഗസയിൽ വൻ ബിസിനസ് സാമ്രാജ്യങ്ങളാണ് ട്രംപും കുടുംബവും സ്വപ്നം കാണുന്നത്. വലിയ സന്തോഷത്തിലാണ് നെതന്യാഹു. ട്രംപ് കൈവിടുമെന്നാണ് കരുതിയത്. കൈവിട്ടില്ലെന്ന് മാത്രമല്ല, നെതന്യാഹുവിനെ പോലും അമ്പരപ്പിക്കുന്ന പ്രഖ്യാപനമാണ് ട്രംപ് നടത്തിയത്. ഹമാസിനെ ഇല്ലാതാക്കുമെന്ന പ്രഖ്യാപനമാണ് നെതന്യാഹു നടത്തിയത്. അതിന്റെ മറവിൽ പലസ്തീനിൽ നെതന്യാഹു നടത്തുന്നത് വംശഹത്യയാണെന്നും വ്യക്തം. എന്നാൽ ഒതുക്കത്തിൽ ഈ വംശഹത്യാ തീരുമാനം പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ട്രംപ് ചെയ്തത്. ഒരു വർഷത്തിലേറെയായി ഗസയിൽ ഇസ്രയേൽ ആക്രമണം നടത്തുകയാണ്. അമേരിക്കൻ സന്ദർശന വേളയിൽ 3 യുദ്ധലക്ഷ്യങ്ങൾ നെതന്യാഹു വെളിപ്പെടുത്തി. ഈ 3 യുദ്ധലക്ഷ്യങ്ങളും നേടുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ട്രംപുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ ഗസ ബന്ദിക്കരാർ അംഗീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എല്ലാ ഇസ്രയേൽ ബന്ദികളെയും മോചിപ്പിക്കുമെന്നും ഒപ്പം എല്ലാ യുദ്ധലക്ഷ്യങ്ങളും കൈവരിക്കുമെന്നും നെതന്യാഹു മറുപടി നൽകി. ഈ 3 ലക്ഷ്യങ്ങളും നെതന്യാഹു വെളിപ്പെടുത്തുകയുണ്ടായി. ഹമാസിനെ തകർക്കുക, അധികാരത്തിൽ നിന്ന് ഹമാസിനെ തൂത്തെറിയുക, ഗസ ഇസ്രയേലിന് ഭീഷണിയാവില്ലെന്ന് ഉറപ്പുവരുത്തുക. ഈ 3 ലക്ഷ്യങ്ങൾ കൈവരിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഒരു ലക്ഷ്യം മാത്രമല്ല, ഈ 3ഉം ഗസ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളാണെന്ന് നെതന്യാഹു എടുത്തു പറയുകയും ചെയ്തു. ട്രംപ് അധികാരമേറ്റ ശേഷം വൈറ്റ് ഹൌസിലേക്ക് ക്ഷണം ലഭിച്ച ആദ്യ വിദേശ നേതാവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു. ഇസ്രയേലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ട്രംപ് എന്നും നെതന്യാഹു വ്യക്തമാക്കി. ഗസ പിടിച്ചെടുക്കും, വിനോദസഞ്ചാര കേന്ദ്രമാക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ട്രംപിന്റെ പ്രഖ്യാപനത്തിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുകയാണ് ഹമാസ്. തികഞ്ഞ അസംബന്ധവും പരിഹാസ്യവുമാണ് ട്രംപിന്റെ പ്രഖ്യാപനമെന്നാണ് ഹമാസ് നേതാവ് സമി അബ്ദു സുഖ്രി പറഞ്ഞത്. ഗസ മുൻപ് പിടിച്ചെടുക്കുന്നത് പോലെയുള്ള പ്രഖ്യാപനങ്ങൾ പശ്ചിമേഷ്യയെ മുഴുവൻ സമ്മർദ്ദത്തിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗസ നിയന്ത്രണത്തിലാക്കാമെന്ന ട്രംപിന്റെ താൽപര്യം അപഹാസ്യമാണ്. ഇത്തരം പ്രവൃത്തികൾ അമേരിക്കയെ പ്രതിരോധത്തിലാക്കും, സുഹ്രി റോയിട്ടേഴ്സിനോട് പറഞ്ഞു. യുദ്ധത്തിൽ ഗാസ പൂർണ്ണമായും തകർന്നെന്നും പലസ്തീൻ ജനത ഈജിപ്ത്, ജോർദാൻ എന്നീ രാജ്യങ്ങളിൽ കുടിയേറണമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം ആവർത്തിച്ചിരുന്നു. ഗസ അമേരിക്ക ഏറ്റെടുക്കുമെന്നും സാമ്പത്തികമായി വികസിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ചൊവ്വാഴ്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വാഷിംഗ്ടണിൽ പത്രസമ്മേളനത്തിൽ വെച്ചായിരുന്നു ട്രംപിന്റെ പരാമർശങ്ങൾ. ഇതേ തുടർന്ന് വൻ പ്രതിഷേധം ട്രംപിനെതിരെ ഉയരുകയാണ്. സൗദി അറേബ്യ അമേരിക്കയെ വിമർശിച്ചു. പലസ്തീൻ വിഷയത്തിൽ തീരുമാനമാകാതെ ഇസ്രയേലുമായി ബന്ധമുണ്ടാകില്ലെന്ന് സൗദി അറേബ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗസ വിൽപ്പനയ്ക്കുള്ളതല്ല എന്ന പ്ലക്കാർഡുകളുമായി വൈറ്റ് ഹൌസിന് മുൻപിൽ ആളുകൾ പ്രതിഷേധിച്ചു. ജനുവരിയിൽ ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ഇസ്രയേലിന്റെ ബോംബാക്രമണത്തിൽ 50 ദശലക്ഷം ടണ്ണിലധികം അവശിഷ്ടങ്ങൾ നീക്കാൻ 21 വർഷം വേണ്ടിവരുമെന്ന്, ഗസയിലെ ജനത മറ്റിടങ്ങളിലേക്ക് പോകണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിവാദ പരാമർശം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി രൂക്ഷമായി വിമർശിച്ചു. ഒരഭിമുഖത്തിലാണ് വിദേശകാര്യമന്ത്രി ശക്തമായ പ്രതികരണം നടത്തിയത്. ഗസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കുന്ന നടപടിയുമായി ട്രംപ് മുന്നോട്ടു പോയാൽ എന്താവും ഇറാന്റെ ഗെയിം പ്ലാൻ എന്ന ചോദ്യത്തോട് ഒരഭിമുഖത്തിലാണ് വിദേശകാര്യമന്ത്രി ശക്തമായ പ്രതികരണം നടത്തിയത്. പലസ്തീൻ ജനതയെയല്ല, ഇസ്രയേലികളെയാണ് ഒഴിപ്പിക്കേണ്ടതെന്നാണ് അബ്ബാസ് അറാഗ്ചി മറുപടി നൽകിയത്. മുമ്പും പലരും പലസ്തീൻ ജനതയെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അവരെല്ലാം പരാജയപ്പെട്ടു. പലസ്തീനെ ഒഴിവാക്കാനാവില്ല, ഒപ്പം പലസ്തീനികളെയും പുറത്താക്കാൻ കഴിയില്ല, അബ്ബാസ് അറാഗ്ചി പറഞ്ഞു. പലസ്തീൻകാർക്ക് പകരം ഇസ്രയേലികളെ പുറത്താക്കാൻ ശ്രമിക്കൂ, അവരെ ഗ്രീൻലാൻഡിലേക്ക് മാറ്റൂ. അങ്ങനെയായാൽ ഒരു വെടിക്ക് 2 പക്ഷികളെ അവർക്ക് കൊല്ലാനാവും. ഗ്രീൻലാൻഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊപ്പം ഇസ്രയേലികളുടെ പ്രശ്നങ്ങളും പരിഹരിക്കാം. അതവർക്ക് അനുയോജ്യമായ ഇടമായിരിക്കും, അബ്ബാസ് അറാഗ്ചി പരിഹസിച്ചു.